എന്തായാലും വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ ആ ഒരു വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിൻ മോഹനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അതായത് MRI സ്കാനൊക്കെ എടുക്കണം എന്ന് കേട്ടപ്പോൾ, അതായത് നമ്മുടെ ബംഗളൂരു FC യുമായിട്ടുള്ള മത്സരത്തിൽ വിപിന് പരിക്ക് പറ്റിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കസൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് MRI സ്കാൻ വേണ്ടി വരും, അത് കഴിഞ്ഞ് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയണമെന്ന്. എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ ആരാധകരെല്ലാം ഞെട്ടിപ്പോയി. എന്തായാലും ഈ ഒരു സീസൺ വിപിൻ മോഹന് കളിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ മാർക്കസ് മെർഗ്ലൗ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതൊരു 10 ദിവസത്തെ റെസ്റ്റ് നമ്മുടെ വിപിൻ മോഹൻ ആവശ്യമുള്ളൂ. അതിനുശേഷം അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങുക. സോ എനിക്ക് തോന്നുന്നു കുറഞ്ഞതൊരു ചിലപ്പോൾ ഒരു 2 മാച്ച് മിസ്സാകുമായിരിക്കും. അതല്ലെങ്കിൽ അടുത്ത മാച്ച് മിസ്സാകും, അതിൻ്റെ അടുത്ത മാച്ച് കളിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 2 മാച്ച് കുറഞ്ഞത് മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. സോ അതിന് ശേഷം ഉറപ്പായിട്ടും വിപിൻ മോഹൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന വമ്പൻ ടീമുമായിട്ട് കളിക്കുമ്പോൾ വിപിൻ മോഹൻ ടീമില്ലാതെ അത് വലിയൊരു ഇഷ്യൂ തന്നെയാകുമെന്നാണ് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആഷിഖ് കുർണിയൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് എത്ര നാളത്തോളം വേണം ടീമിൽ, അത്രയും നാളത്തോളം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ തുടരാൻ തയ്യാറാണ് എന്നാണ് ആഷിഖ് കുർണിയൻ പറയുന്നത്. അതായത് അവർ പറയുന്നിടം വരെ താൻ ഇവിടെ തന്നെ നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പറഞ്ഞു വിട്ടാൽ മാത്രമേ താൻ ടീമിൽ നിന്ന് പോകത്തുള്ളൂ എന്നാണ് ഇപ്പോൾ ആഷിഖ് കുർണിയൻ പറയുന്നത്. സോ എന്തായാലും നമുക്കറിയാം അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിരുന്നു, ഏതാണ്ട് 1.5 വർഷത്തോളം ഇഞ്ചുറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ഒരു സീസണിലാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഫുൾ ടൈമറായിട്ടൊന്നും കളിക്കാൻ പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ കളിയിലാണ് അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ സ്ഥാനം പിടിക്കുന്നത്, അല്ലാതെ സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ടായിരുന്നു ഇറങ്ങുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനിലല്ല അദ്ദേഹം കളിച്ചത്, ലെഫ്റ്റ് ബാക്കായിട്ടാണ് കളിച്ചത്. അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങർ, റൈറ്റ് വിങ്ങർ, ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ്. ബട്ട് ബംഗളൂരു FC അദ്ദേഹത്തിനൊരു ഫുൾ ബാക്ക് പൊസിഷനിൽ കളിച്ചതിന് ശേഷം പല ക്ലബ്ബുകളും ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ അതിൻ്റെ ഫുൾ ബാക്ക് പൊസിഷനിൽ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും മിക്കവാറും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സുഭാഷിഷ് ബോസിന് സ്ഥാനം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സോ അങ്ങനത്തെ ഒരു പെർഫോമൻസാണ് ആഷിഖ് കുർണിയൻ കാഴ്ചവെച്ചത്. സോ എന്തായാലും ഒരു വീഡിയോയിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ കാണുന്നൊരു ഗുഡ് ബൈ.